ഇന്നത്തെ വർക്കെന്ന് പറയുമ്പോൾ ഒരു ഇനാഗുറേഷൻ എൻട്രൻസ് ആണ്. ഒറിജിനൽ ഫ്ലവേഴ്സ് മാത്രം വെച്ചുള്ള ഇനാഗുറേഷൻ എൻട്രൻസ്. അപ്പോൾ രാവിലെ വന്ന ഫ്ലവർ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഇട്ട ഉടനെ തന്നെ കസ്റ്റമർ വിളിച്ചിട്ട് വീണ്ടും ഒരു ചെറിയൊരു പണി 8 എൻട്രൻസിന്റെ 10 ആക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ അതിന്റെ വെൽഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലവർ വെട്ടി വെള്ളത്തിയിട്ട് ഫ്ലവറിന്റെ കവറൊക്കെ ഒന്ന് ഇളക്കി ഫ്ലവർ ഒന്ന് ഓണാക്കി എടുക്കണം. ഫ്ലവർ ഓണാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഒന്ന് വിരിയിച്ചെടുക്കണം. വിരിയിച്ചെടുത്താൽ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഒന്ന് വിരിഞ്ഞിരുന്ന പെട്ടെന്ന് നിറയും. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നിന്നപ്പോഴത്തെ നേരെ വണ്ടി എത്തി പയ്യന്മാരൊക്കെ ചാടി ഇറങ്ങി നേരെ പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറയുമ്പോഴത്തെ ഒരു സാധനം പോലും മിസ്സാവാതെ വീണ്ടും വണ്ടി കിടന്ന് ഓടാതെ രീതിയിൽ എല്ലാം പാക്ക് ചെയ്ത് നേരെ സൈറ്റിൽ എത്തി ഓൾറെഡി മെഷർമെന്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒരു മെഷർമെന്റ് ഒക്കെ എടുത്ത് നേരെ എൻട്രൻസിന്റെ ലെഗൊക്കെ പറക്കി ടൊയാസൊക്കെ കെട്ടി നേരെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് ലീഫിന്റെ പരിപാടിയാണ്. ലീഫ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഓൾറെഡി ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ലീഫ് എന്തൊക്കെ ലീഫ് ഉപയോഗിക്കണം, എന്തൊക്കെ ഫ്ലവർ ഉപയോഗിക്കണം. അപ്പോൾ അതിൽ കസ്റ്റമർ പറഞ്ഞ ലീഫ് എന്ന് പറയുമ്പോൾ കാമിനി, സൈപ്രസ്, മൊണസ്റ്റീരിയ, സിഗാർ, കലാത്തിയ അങ്ങനത്തെ വെറൈറ്റി ലീഫുകൾ, കുറച്ച് വെറൈറ്റി ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും, അതായത് റോസ്, ലില്ലിയം, ട്യൂബ് റോസ്, ഹൈബ്രിഡ് കസാന്തി, ഹൈബ്രിഡ് ബട്ടൺ, സ്പ്രേ കാർണേഷൻ, സ്പ്രേ റോസ്, അങ്ങനത്തെ കുറേ വെറൈറ്റി ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് എൻട്രൻസ് സെറ്റായി. അപ്പോൾ ഏകദേശമുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് എൻട്രൻസിന്റെ ഒരു വീഡിയോ ഒക്കെ രാത്രി എടുത്തു. പക്ഷേ ഒന്ന് ക്ലിയറിറ്റി കിട്ടിയിട്ടില്ലെങ്കിലും വീഡിയോ ഒക്കെ എടുത്തു. എന്നാലും അകത്തുള്ള വീഡിയോ കുറച്ച് ഫ്ലവേഴ്സ് ഒരു 10-30 അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് എല്ലാത്തിന്റെ ഒന്ന് വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്ത്, കാരണം അകത്ത് മാത്രമേ ഇത്തിരി വെട്ടമുള്ളൂ, അവിടുത്തെ വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. രാവിലെ വന്നിട്ട് എൻട്രൻസിന്റെ വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ അവിടെ ഒരുപാട് നേരം നിന്ന് കറങ്ങാൻ നിന്നില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ ഇറങ്ങി. അപ്പോൾ രാവിലെ എത്തിയപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കൊന്നും വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. എങ്കിലും സാധനം സെറ്റായിരുന്നു, അടിപൊളിയായിട്ട് നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും സാധനം ഗുമ്മാറ്റിനായിരുന്നു. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും 3 ദിവസം കഴിഞ്ഞ് നമ്മളിത് പൊളിക്കാൻ വന്നപ്പോൾ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം റോസൊക്കെ ഇച്ചിരി വാടിച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് എന്തിപ്പെട്ട ഫ്ലവറെല്ലാം സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു ഹാപ്പി. ഇന്നത്തെ വർക്കെന്ന് പറയുമ്പോൾ ഒരു ഇനാഗുറേഷൻ എൻട്രൻസ് ആണ്. ഒറിജിനൽ ഫ്ലവേഴ്സ് മാത്രം വെച്ചുള്ള ഇനാഗുറേഷൻ എൻട്രൻസ്. അപ്പോൾ രാവിലെ വന്ന ഫ്ലവർ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഇട്ട ഉടനെ തന്നെ കസ്റ്റമർ വിളിച്ചിട്ട് വീണ്ടും ഒരു ചെറിയൊരു പണി 8 എൻട്രൻസിന്റെ 10 ആക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ അതിന്റെ വെൽഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലവർ വെട്ടി വെള്ളത്തിയിട്ട് ഫ്ലവറിന്റെ കവറൊക്കെ ഒന്ന് ഇളക്കി ഫ്ലവർ ഒന്ന് ഓണാക്കി എടുക്കണം. ഫ്ലവർ ഓണാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഒന്ന് വിരിയിച്ചെടുക്കണം. വിരിയിച്ചെടുത്താൽ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഒന്ന് വിരിഞ്ഞിരുന്ന പെട്ടെന്ന് നിറയും. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നിന്നപ്പോഴത്തെ നേരെ വണ്ടി എത്തി പയ്യന്മാരൊക്കെ ചാടി ഇറങ്ങി നേരെ പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറയുമ്പോഴത്തെ ഒരു സാധനം പോലും മിസ്സാവാതെ വീണ്ടും വണ്ടി കിടന്ന് ഓടാതെ രീതിയിൽ എല്ലാം പാക്ക് ചെയ്ത് നേരെ സൈറ്റിൽ എത്തി ഓൾറെഡി മെഷർമെന്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒരു മെഷർമെന്റ് ഒക്കെ എടുത്ത് നേരെ എൻട്രൻസിന്റെ ലെഗൊക്കെ പറക്കി ടൊയാസൊക്കെ കെട്ടി നേരെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് ലീഫിന്റെ പരിപാടിയാണ്. ലീഫ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഓൾറെഡി ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ലീഫ് എന്തൊക്കെ ലീഫ് ഉപയോഗിക്കണം, എന്തൊക്കെ ഫ്ലവർ ഉപയോഗിക്കണം. അപ്പോൾ അതിൽ കസ്റ്റമർ പറഞ്ഞ ലീഫ് എന്ന് പറയുമ്പോൾ കാമിനി, സൈപ്രസ്, മൊണസ്റ്റീരിയ, സിഗാർ, കലാത്തിയ അങ്ങനത്തെ വെറൈറ്റി ലീഫുകൾ, കുറച്ച് വെറൈറ്റി ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും, അതായത് റോസ്, ലില്ലിയം, ട്യൂബ് റോസ്, ഹൈബ്രിഡ് കസാന്തി, ഹൈബ്രിഡ് ബട്ടൺ, സ്പ്രേ കാർണേഷൻ, സ്പ്രേ റോസ്, അങ്ങനത്തെ കുറേ വെറൈറ്റി ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് എൻട്രൻസ് സെറ്റായി. അപ്പോൾ ഏകദേശമുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് എൻട്രൻസിന്റെ ഒരു വീഡിയോ ഒക്കെ രാത്രി എടുത്തു. പക്ഷേ ഒന്ന് ക്ലിയറിറ്റി കിട്ടിയിട്ടില്ലെങ്കിലും വീഡിയോ ഒക്കെ എടുത്തു. എന്നാലും അകത്തുള്ള വീഡിയോ കുറച്ച് ഫ്ലവേഴ്സ് ഒരു 10-30 അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് എല്ലാത്തിന്റെ ഒന്ന് വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്ത്, കാരണം അകത്ത് മാത്രമേ ഇത്തിരി വെട്ടമുള്ളൂ, അവിടുത്തെ വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. രാവിലെ വന്നിട്ട് എൻട്രൻസിന്റെ വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ അവിടെ ഒരുപാട് നേരം നിന്ന് കറങ്ങാൻ നിന്നില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ ഇറങ്ങി. അപ്പോൾ രാവിലെ